നമസ്കാരം. ദേവു ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രദർശനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ 2024 ചിത്ര നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ് വിവരിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കന്നി, തുലാം രാശികളിലായാണ് ചിത്ര നക്ഷത്രം കാണപ്പെടുന്നത്. സ്ത്രീകൾക്ക് പ്രിയങ്കരനും വേണ്ടാത്ത സംഭാഷണം ഇഷ്ടപ്പെടാത്തവനും പാപപ്രവൃത്തികളെ വെളിപ്പെടുത്താത്തവനും വിചിത്ര വസ്ത്രങ്ങളെയും വിശേഷ പുഷ്പമാല്യങ്ങളെയും ധരിക്കുന്നവനും അന്യദേശവാസം ചെയ്യുന്നവനുമായിരിക്കും ചിത്രനാളുകാരനെന്ന് ജ്യോതിഷത്തിൽ പറയുന്നു. ഏത് രംഗത്ത് ശോഭിക്കുന്നവരാണ് ഈ നാളുകാർ? ലക്ഷ്യത്തിനു വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്നവർ, എല്ലാ എതിർപ്പുകളെയും തൃണവൽക്കരിക്കുന്നവരുമാണ്. എല്ലായ്പ്പോഴും കർമ്മനിരതരായിരിക്കും ഈ നാളുകാർ. പിതാവിൽ നിന്നുള്ള സ്നേഹവാത്സല്യങ്ങൾ കുറവുള്ള ഇവർക്ക് മാതാവിനോടായിരിക്കും കൂടുതൽ അടുപ്പം. മാതാവിൽ നിന്നും ഇവർക്ക് വേണ്ടുവോളം സഹായവും ലഭ്യമാകും. ജീവിതത്തിൻ്റെ മധ്യകാലം വരെ ചിത്രനാളുകാർക്ക് പലവിധത്തിലുള്ള കഷ്ടപ്പാടുകളായിരിക്കും നേരിടേണ്ടി വരുന്നത്. ഏകദേശം 35 വയസ്സിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത്. ആഡംബര പ്രേമികളായ ചിത്രനാളുകാർ മറ്റുള്ളവരുടെ മുന്നിൽ വൃത്തിയായും വെടിപ്പായും മാത്രമേ പ്രത്യക്ഷപ്പെടുകയെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരുമാണ്. ചിത്രയുടെ അധിപൻ ചൊവ്വയായതിനാലാവാം ചില സമയങ്ങളിൽ വളരെ പരുഷമായി പെരുമാറുന്നവരാണ് ചിത്രനാളുകാർ. ഈ കാരണം കൊണ്ട് മറ്റുള്ളവർ വരെ അഹങ്കാരികളെന്ന് തെറ്റിദ്ധരിക്കാനും ഇടയുണ്ട്. ഇനി 2024 ചിത്ര നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ നമുക്ക് നോക്കാം. 2024 ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് ചിത്രനാളുകാർക്ക് നേരിടേണ്ടി വരുന്നത്. വ്യാഴം മേടം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലും സഞ്ചരിക്കുന്ന വേളയിൽ കന്നിക്കൂറുകാരെ അപേക്ഷിച്ച് തുലാക്കൂറുകാർക്ക് ഗുണഫലങ്ങൾ കൂടുതലായിരിക്കും. തൊഴിൽ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു വർഷമാണ് 2024. ജോലി സ്ഥാനഭ്രംശങ്ങളും സ്ഥലം മാറ്റവും നേരിടേണ്ടി വരും. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും ബഹുമതികളും അംഗീകാരങ്ങളും ഉണ്ടാകുകയും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ഇവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാകും. സ്ത്രീകൾ നിമിത്തം അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്നതാണ്. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകളും സ്വരച്ചേർച്ചയില്ലായ്മയും ഉണ്ടാകും. സാമ്പത്തിക ഇടപാടുകൾ അങ്ങേയറ്റം കണിശതയും കൃത്യതയും പുലർത്താത്ത പക്ഷം ചിലപ്പോൾ സാമ്പത്തിക ബാധ്യതകളിൽ പെട്ടുപോയേക്കാം. ഭൂമിയുടെ കൈമാറ്റത്തിലൂടെ സാമ്പത്തികമായ നഷ്ടം വന്നു ചേരും. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. മെയ് മാസത്തോടുകൂടി വ്യാഴത്തിൻ്റെ രാശിമാറ്റമുണ്ടാകുകയും കന്യരാശിയിൽപ്പെടുന്ന ചിത്രനാളുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ഈ വർഷം സാധിക്കുന്നതാണ്. അനുകൂലങ്ങളായ പല മാറ്റങ്ങളും ചിത്രനാളുകാർക്ക് ഈ വർഷം വന്നു ചേരും. ജീവിത നിലവാരം പൊതുവെ മെച്ചപ്പെടുകയും വിദേശ തൊഴിൽ ലഭ്യമാകുകയും ചെയ്യുന്നതാണ്. നൂതനവും വ്യത്യസ്തവുമായ പ്രവർത്തന മേഖലകളിൽ വിജയം കണ്ടെത്തുവാനും അതുവഴി സാമ്പത്തിക വരുമാനം വർദ്ധിക്കുവാനും സാധിക്കും. സന്താനങ്ങൾ ഉണ്ടാകുന്ന നേട്ടങ്ങളിലൂടെ സന്തോഷം കൈവരും. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ഉദരരോഗങ്ങളും കഫരോഗങ്ങളും അലട്ടും. രോഗബാധിതരായ ബന്ധുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടതായി വരുന്നതാണ്. സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകും. സുഹൃത്തുക്കളുമായി പലവിധത്തിലുമുള്ള അഭിപ്രായ ഭിന്നതകളും ഉണ്ടാകും.
വർഷത്തിൻ്റെ മധ്യത്തിന് ശേഷം ഒരുപാട് കാര്യങ്ങളിൽ നേട്ടമുണ്ടാകുന്നതാണ്. സന്താന ഗുണം പൊതുവെ വർദ്ധിക്കും. ഭാഗ്യാനുഭവങ്ങൾ ഏറിയിരിക്കുന്നതാണ്. വിനോദയാത്രകൾ നടത്തുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്യും. കുടുംബജീവിതം സന്തോഷകരമായി തീരും. പൊതുപ്രവർത്തകർക്ക് നാനാവിധത്തിലുള്ള നേട്ടങ്ങൾ കാണുന്നു. വ്യാപാര ബിസിനസ് മേഖല കൂടുതലായി അഭിവൃദ്ധിപ്പെടുകയും പഴയ വാഹനം മാറ്റിവാങ്ങുകയും വിദേശ ജോലി സാധ്യമാവുകയും ചെയ്യുന്നതാണ്. ശനി, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടായാൽ ചിത്രനാളുകാർക്ക് നല്ല ഫലങ്ങൾ അനുഭവപ്പെടുന്നതാണ്. ചിത്ര നക്ഷത്രക്കാർ വ്യാഴം, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാരത്തിന് വേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. ചിത്തിര, അവിട്ടം, മകയിരം ദിനങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുകയും ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ ആവശ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ശുഭകരമായി പറയുന്നു. ഓജരാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ ഇവർ സുബ്രഹ്മണ്യ ഭജന നടത്തേണ്ടതാണ്. യുഗ്മരാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ ഭദ്രകാളി ഭജന നടത്തണം. കന്നിരാശിയിൽപ്പെടുന്ന ചിത്ര നക്ഷത്രക്കാർ ശ്രീകൃഷ്ണ ഭജനവും ഭാഗവത പാരായണവും നടത്തുകയും തുലാം രാശിയിൽപ്പെട്ട ചിത്രനാളുകാർ മഹാലക്ഷ്മി പൂജയും ശുക്രനെ പ്രീതിപ്പെടുത്താൻ ആവശ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടതാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് അനുകൂലമല്ലാത്ത നാളുകാരുമായുള്ള കൊടുക്കൽ വാങ്ങലുകളും സാമ്പത്തിക ഇടപാടുകളും വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങളും ഒഴിവാക്കി പ്രവർത്തിക്കുവാൻ കഴിവതും ശ്രദ്ധിക്കേണ്ടതാണ്.